അസ്സലാമലൈക്കും. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ച് തുണിയൊക്കെ കഴുകി ഒരു 5:30 ആയപ്പോഴാണ് എണീറ്റത്. നമുക്കൊന്ന് വിരുന്നിന് പോകണമായിരുന്നു. അപ്പം ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല, ഒന്ന് കുത്തിയിടണം. കുറച്ച് ചാർജ് കയറി അപ്പം ഞാൻ എടുത്തതാണ്. കടയിലൊന്നും കഴിച്ചില്ല. നമുക്ക് റാണിപ്പൊക്കെ പെൻസിലിരിക്കണം. എനിക്കൊരു ബ്രെഡും മേടിക്കണം. ഞങ്ങൾ രണ്ടുപേരും കുളിച്ചേ. ഞങ്ങളിപ്പോൾ കുളിച്ചതേ ഉള്ളൂ. പക്ഷെ ഒരുക്കാനൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ പോകാൻ സമയമാകും. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിയിൽ എൻ്റെ നാത്തൂൻ്റെ മാമയുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ വിരുന്ന് വിളിച്ചിരിക്കും. അപ്പം എനിക്ക് വരുന്നതിലേക്കാക്കി ലീവ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനും കുഞ്ഞും പിന്നെ ഉമ്മയും ബാപ്പിയും ഞാൻ നാത്തൂൻ്റെ ഉമ്മയും ബാപ്പിയും കൂടെ കറി പോകുന്നു. സാധനം ബ്രെഡില്ല. പക്ഷേ അപ്പം സ്വീറ്റ് മേടിച്ചു. അതിൻ്റെ അടുത്ത് നമുക്കൊരു ഏറ്റവും ജോലിക്ക് പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി അവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ കാറിലാണ് വരുന്നത്. അപ്പം വീടിൻ്റെ വാതിക്കെ വന്ന് വിളിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഷൂവും വെച്ച് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 8:45 ഒക്കെ ആയപ്പം 8:45 9 മണിയൊക്കെ ആയപ്പം അവർ വിളിക്കാൻ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിരുന്നു. കരുനാഗപ്പള്ളിയിലാണ് പോണത്. ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ കഴിക്കാണെങ്കിൽ മറന്നുപോയി. ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ കഴിക്കാൻ മറന്നുപോയി. പിന്നെ ഓച്ചിറ എത്തിയപ്പം ഇക്കായും പെണ്ണും ബൈക്കിലായിരുന്നു. അപ്പോൾ അവർ ഹരിപ്പാടാങ്ങാണ്ട് എത്തിയുള്ളൂ. അപ്പം എനിക്ക് പപ്സും സ്പ്രൈറ്റും മേടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് സിയാമോൾ ഉറക്കമായിരുന്നു. വണ്ടി കിടന്ന് കുറച്ച് രാവിലത്തെ ഉറക്കമൊന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിർത്തി തന്നെ കഴിഞ്ഞപ്പം സിയാമോൾ എണ്ണീറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവരും കൂടെ വന്നിട്ട് കുറച്ച് സാധനവും മേടിക്കണമായിരുന്നു. അങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി അവർ വന്നപ്പം ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. മുന്നേ അവിടെ എത്തി വെള്ളമൊക്കെ കുടിച്ച്. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. എല്ലാ വീഡിയോ ഒന്നും ഞാൻ എടുത്തൊന്നുമില്ലായിരുന്നേ. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഇവർക്കറിയാം. ഞാൻ ഫോണും കണ്ട് ചെല്ലുമ്പോൾ അവരെല്ലാം മാറിക്കളയുന്ന വീട്ടിൽ നിൽക്കുന്ന കോലമല്ലേ. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ എല്ലാവരുമായിട്ടും സിയാമോൾ ഇങ്ങനെ ഇതാക്കി. പക്ഷെ ആദ്യമൊക്കെയും അങ്ങനെ പോകത്തില്ല കേട്ടോ. അതിങ്ങനെ ഇരുന്ന് കളിക്കും. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ അവർ കഴിക്കാൻ പോയപ്പോൾ ഞാൻ സിയാമോൾക്ക് ചോറ് കൊടുക്കാൻ പോയി. സാധാ ചോറും മോരും പപ്പടവും ചിക്കൻ പൊരിച്ചത്. ചിക്കൻ 65 ഭയങ്കര ഇഷ്ടമാണ് സിയാമോൾക്ക്. എത്ര കൊടുത്താലും കഴിക്കും. നമ്മൾ അതിന് മുന്നിൽ കൂടെ പോകുമ്പോൾ എന്നും പറഞ്ഞ് കാണിച്ചു തരും നമ്മളെ. അത് കഴിഞ്ഞ് സിയാമോൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ പോയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പയ്യെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇക്ക എന്നോട് പറഞ്ഞ് പയ്യെ കഴിച്ചാൽ മതി കൊച്ചു, ആദ്യം കുറച്ചേ കഴിക്കാവുള്ളൂ, പണി വരുന്നുണ്ടെന്ന്. അവർ നമ്മൾ തീറ്റിപ്പിച്ച് കൊല്ലും. ലാസ്റ്റ് ഞാൻ കരഞ്ഞിട്ടൊക്കെയാണ് എണ്ണീറ്റ് പോയത്. എനിക്ക് ഫുഡ് ആരെങ്കിലും കൂടുതൽ തന്നാൽ എനിക്ക് സങ്കടം. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് സങ്കടം. അതുകൊണ്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ അവരെന്നെ കളിയാക്കി. പിന്നെ കളിയാക്കലായിരുന്നു എന്തുവാ, ഒരു യൂട്യൂബർ അല്ലേ കരയുവാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ നിക്കണ്ടേന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് ഒരു വെയിലൊക്കെ താന്നു കഴിഞ്ഞപ്പം ഇവരുടെ ആരോ ഒരു വീട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ വീടൊക്കെ കാണാൻ പോയി. വീട് ഇപ്പൊ കാണിക്കുന്നില്ല, അതിന്റെ പെരാസുലിക്ക് കാണിക്കാം ഇൻഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചായയും കൂടി കഴിഞ്ഞാണ് അവിടെ നിന്ന് പോയത്. പിന്നെന്തുവാ, ഈ ചില വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാലേ
പിന്നെ വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് എല്ലാരോടും യാത്ര പറയാൻ നിക്കാണ്. പോവാന്നൊക്കെ പറയാൻ നിന്ന്. പിന്നെ ഇതാണ് ഇത്തിയുടെ മാമ. അങ്ങനെ ഞങ്ങള് നേരെ ആദ്യം ഇവിടുന്ന് ഇറങ്ങിയത് അഴീക്കൽ ബീച്ചിലോട്ട് പോയി. എന്നിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് എന്തോ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഞാൻ വരുന്നോണ്ട് എല്ലാം ഓടിക്കളയുവാണ്. അപ്പൊ എന്തോ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ചടങ്ങാന്നൊന്നും അറിയത്തില്ല. ഇക്കാക്ക് മോതിരമൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പം ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ചക്കയൊക്കെ തന്ന് പിന്നെ ഇക്കാക്ക് ബിരിയാണിയൊക്കെ തന്നായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. ഇക്ക വന്നില്ലല്ലോ. അപ്പൊ ഇക്കാക്ക് ബിരിയാണിയൊക്കെ തന്നായിരുന്നു. അങ്ങനെ ഞങ്ങള് നേരെ ബീച്ചിലോട്ട് പോയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.